ചോദിക്കുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കും ചെറുകിട കച്ചവടത്തിനുമൊക്കെ അവരവരെടുത്തിട്ടുള്ള ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. അത്തരം കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് സംസ്ഥാന സർക്കാർ മേനി നടിക്കുന്നു. ഞാൻ മുൻപേ ഉണ്ടായിട്ട് ഇതിലേക്ക് വരാം. ഇവിടെ താങ്കൾ ഏറ്റവും കൂടുതൽ സമയം കൊടുത്തത് അരുൺകുമാറിനാണല്ലോ. താങ്കൾ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരു മറുപടി വാങ്ങിത്തരണം ആദ്യം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളെ സംസാരിക്കാം. ഇവിടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും കാലയളവിൽ തുടങ്ങിയിട്ടുള്ള ഒരു നല്ല വ്യവസായ സ്ഥാപനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഒന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ആരംഭിക്കാം. ഒരു വ്യവസായ സ്ഥാപനം, LDF തുടങ്ങിയ ഒരു വ്യവസായ സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, 2 വർഷം ഭരിച്ചു. പിന്നെ 67 വന്നു, 2 വർഷം ഭരിച്ചു. 80 വന്നു, 2 വർഷം ഭരിച്ചു. 87 വന്നു, 4 വർഷം ഭരിച്ചു. 96 വന്നു, അത് 5 വർഷം ഭരിച്ചു. 2006 വന്നു, 5 വർഷം ഭരിച്ചു. 2016 മുതൽ തുടർച്ചയായിട്ട് 9 വർഷം ഭരിക്കുന്നു. 27 വർഷം ഞങ്ങൾ ഭരിച്ചു, 42 വർഷം നിങ്ങൾ ഭരിച്ചു. ഞങ്ങൾ ഭരിച്ചപ്പോൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് ഈ കേരളത്തിൽ ഭൂരിഭാഗമുള്ളത്. നിങ്ങൾ കൊണ്ടുവന്ന ഒന്ന് പറ ആദ്യം. ഇപ്പൊ ഏറ്റവും ഇവിടെ കേരളത്തിൽ ഒന്നും വന്നില്ല, കേരളം ഒന്നാമതല്ല, ഇവിടെ ഒന്നുമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പറ ആദ്യം, അതിനുശേഷം ഞാൻ അല്ല, എന്റെ അവസരത്തിൽ ഞാൻ താങ്കൾക്ക് തന്നാണ്. മതി, താങ്കളുടെ വിശദീകരണം തൃപ്തിയായി. താങ്കൾക്ക് അത്തരത്തിൽ ഒരു വ്യവസായ സ്ഥാപനത്തെക്കുറിച്ചും കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇടതുപക്ഷത്തിൻ്റെതായി നിങ്ങളുടെ കുഞ്ഞ് എന്ന നിലയിൽ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അതിന്റെ മറുപടി ബാക്കിയിലേക്ക് ഞാൻ വരാം. ഇവിടെ താങ്കൾ പറയുന്നു, ഇതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഇതുമായി വന്നിട്ടുള്ള കുറെ കണക്കുകൾ പറഞ്ഞു. എന്താണ്? $170 അഥവാ 2019 മുതൽ 21 കാലയളവിനേക്കാൾ 255%, 54% വർധനമുണ്ടായി. 2019 മുതൽ 21 വരെ LDF സർക്കാരാണ്. അതായത് EP ജയരാജന്റെ കാലത്തേക്കാൾ എന്റെ കാലം മെച്ചമായിരുന്നു എന്നാണോ P രാജീവ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊന്ന്, ഇതിനകത്ത് എക്കോസിസ്റ്റത്തെ കുറിച്ച് താങ്കൾ പറയുന്നു. എക്കോസിസ്റ്റത്തെ കുറിച്ച് നിങ്ങളുടെ ഡെഫിനിഷൻ തന്നെ ഞാൻ വായിക്കട്ടെ. ആ എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷന്റെ അവസാനം ഞാൻ പറയാം. ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. Ecosystem value is a measure of economic impact calculated as the value of exits and startup valuations. ഇത് ആരാ തീരുമാനിക്കുന്നത്? അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഞങ്ങളുടെ 19 മുതൽ 21 വരെ കാലയളവിനേക്കാൾ ഇത്ര വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ സ്ഥാപിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് ഞാൻ നിങ്ങളുടെ ഡെഫിനിഷനിലൂടെ നിങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇനി താങ്കൾ പറഞ്ഞു വന്നത് ഇവിടെ ദേശീയപാത നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ദേശീയപാത നടക്കില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ദേശീയപാത വികസനം ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തതിന്റെ പിന്നിലെ പ്രയത്നം ആരുടേതാണെന്ന് താങ്കൾക്കറിയാമോ? 2013 UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 വന്നതിന് ശേഷമാണ് ഭൂമി ഏറ്റെടുത്താൽ ഭൂമിക്ക് കമ്പോള വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് UPA സർക്കാരാണ് നടപ്പിലാക്കിയത്. അതിന്റെ ചട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതും തയ്യാറാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. നിങ്ങൾ അതിന്റെ ബെനിഫിഷ്യറി ആയി എന്ന് മാത്രമല്ല ഇവിടെ BJPയുടെ പ്രതിനിധിയെ കുറിച്ച് പറയാൻ അറിഞ്ഞുകൂടായിട്ടല്ല, നിങ്ങൾ നമ്മൾ അന്തർധാരയുടെ ഭാഗമായിരിക്കാം. ഇവിടെ 10-65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ലാൻഡ് അക്വിസിഷന്റെ 1/4 കിഫ്ബി വഴി ലോൺ എടുത്ത് ആ ലോൺ എടുക്കുന്നതിനെല്ലാം ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, ടോൾ ഉൾപ്പെടെ. അങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ ലോൺ എടുത്ത് കൊടുത്ത് 25% ലാൻഡ് അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ലാൻഡ് അക്വിസിഷൻ ഈ സംസ്ഥാനത്ത് സംജാതമായത്, നാഷണൽ ഹൈവേയുടെ വികസനം സംജാതമായത് UPA സർക്കാരും UDF സർക്കാരും യഥാക്രമം കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത്. താങ്കൾ മറന്നാലും ജനങ്ങൾ ഓർമ്മിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വാചകം പറയുന്നത്. ഇനി താങ്കൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈനെ കുറിച്ച്. ഗെയിൽ പൈപ്പ് ലൈൻ അടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറയുന്നത് ഫെയർ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് P രാജീവ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ താങ്കൾ ഇത് പറയുന്നത്? ഇവിടെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് ഒരു സമ്മേളനത്തിൽ, ഒരു സമരത്തിൽ വന്ന് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. അപ്പോൾ താങ്കൾ പറയുന്നു അന്ന് സാധാരണക്കാർക്ക് വേണ്ടത്ര ഭൂമിയുടെ വില കിട്ടാത്തതുകൊണ്ടാണെന്ന്. അതിനങ്ങനെയാണോ പറയുന്നത്? അതിനിതാണോ വാദഗതി? അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഇനി താങ്കൾ എന്താ പറയുന്നത്? ഇന്റർനെറ്റ് അവകാശമാക്കി ഈ സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവരുമ്പോൾ തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് നിങ്ങളുടെ ചിന്ത പബ്ലിക്കേഷൻസ് അല്ലേ പ്രസിദ്ധീകരിച്ചത്? തൊഴിൽ ചോദിക്കും കൈകളിലാദ്യം തൊഴിലുകൾ നൽകിയിടൂ എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം ഇറക്കിയത് DYFI അല്ലേ അന്നത്തെ? താങ്കൾ മറന്നു പോയിട്ടുണ്ടോ?
അപ്പോൾ ആ രീതിയിൽ താങ്കൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നല്ലോ ഞങ്ങൾ നിങ്ങളുടെ വ്യവസായ നയത്തിലെ വീഴ്ചകൾ, ആ വീഴ്ചകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ കേരള വിരുദ്ധരാകുമ്പോൾ താങ്കൾ ഒന്ന് ഓർത്തോളൂ, ഞാൻ 1-2 ചോദ്യങ്ങൾ മാത്രമേ താങ്കൾ ചോദിക്കുന്നുള്ളൂ, എനിക്ക് ആനുപാതികമായ സമയം കിട്ടുന്നതുകൊണ്ടാണ്. ഞങ്ങൾ കേരള വിരുദ്ധരാണെങ്കിൽ ഇവിടെ സ്വകാര്യ സർവകലാശാല വന്നപ്പോൾ ഇവിടെ ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയ നിങ്ങളായിരുന്നില്ലേ ഇവിടുത്തെ കേരള വിരുദ്ധർ? നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ കടൽക്കൊള്ള 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് കടൽക്കൊള്ള എന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച നിങ്ങളായിരുന്നില്ലേ കേരള വിരുദ്ധർ? കൊച്ചിയിലെ മെട്രോയെ എതിർത്ത നിങ്ങളായിരുന്നില്ലേ കേരള വിരുദ്ധർ? ഗെയിലിനെതിരായി സമരം നടത്തിയ പി രാജീവ് ആയിരുന്നില്ലേ കേരള വിരുദ്ധർ? സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ അവിടെ എന്റെ നെഞ്ചത്തു കൂടി മാത്രമേ ഫ്ലൈറ്റ് ഇറക്കാൻ കഴിയൂ എന്ന് എസ് ശർമ്മ പ്രഖ്യാപിച്ച ആ എസ് ശർമ്മ ആയിരുന്നില്ലേ കേരള വിരുദ്ധൻ? അതിനപ്പുറത്തേക്ക് എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കേരളത്തെ 2 കീറി മുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ നിങ്ങളായിരുന്നില്ലേ കേരള വിരുദ്ധർ? അതിനപ്പുറത്തേക്ക് പ്രീ ഡിഗ്രി ബോർഡ് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയും പിന്നീട് +2 കൊണ്ടുവരികയും ചെയ്ത നിങ്ങളായിരുന്നില്ലേ കേരള വിരുദ്ധർ? അതിനപ്പുറത്തേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ തീരുമാനിച്ച UDF സർക്കാരുണ്ട്. പല ജില്ലകളിലും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മെഡിക്കൽ കോളേജുകൾ തുടർന്ന് ആരംഭിക്കാൻ കഴിയാതെ പോയ നിങ്ങളല്ലേ കേരള വിരുദ്ധർ? അതുപോലെ സീ പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നതല്ലോ സീ പ്ലെയിൻ അങ്ങ് മഹത്തായ ആശയമാണെന്ന്. സീ പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ കൊല്ലത്തുൾപ്പെടെ തടഞ്ഞത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളല്ലേ കേരള വിരുദ്ധർ? കണ്ണൂർ എയർപോർട്ട് വന്നപ്പോൾ അതിന്റെ മുമ്പിൽ നിരാഹാരം ഇരുന്നയാളല്ലേ EP ജയരാജൻ? നിങ്ങളല്ലേ കേരള വിരുദ്ധർ? സ്മാർട്ട് സിറ്റി വന്നപ്പോ നിങ്ങളല്ലേ എതിർത്തിട്ടുള്ളത്? നിങ്ങളല്ലേ കേരള വിരുദ്ധർ? KSEBിയിലെ ദീർഘകാല കരാർ നിങ്ങൾ ക്യാൻസൽ ചെയ്തവരല്ലേ ഇപ്പോഴും? അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കറണ്ട് ചാർജും കൂടുകയല്ലേ? നിങ്ങളല്ലേ കേരള വിരുദ്ധർ? അങ്ങനെ നോക്കിയാൽ ടെക്നോ പാർക്ക് ഉൾപ്പെടെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളവരുടെ പേരാണ് UDF എന്ന്. നിങ്ങൾ എന്നോട് പേര് ചോദിച്ചാൽ ഞാൻ എണ്ണി പറയാൻ കഴിയും. സിയാലിനെതിരായിട്ടുള്ള സമരം മാത്രം താങ്കൾ പറയൂ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെതിരായി നിങ്ങൾ എന്നാണ് അനുകൂലിച്ചിട്ടുള്ളത്? ആരാ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഈ സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികൾ മുഴുവൻ പദ്ധതിയും അവകാശപ്പെട്ടിട്ടുള്ളത് UDFനാണ്. താങ്കൾ ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്നത് എന്താ? നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ. ഞാൻ വ്യക്തമായി പറയുന്നു 1 by 1 ആയിട്ട് പറയുന്നു. താങ്കൾ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടി കാണും. അത് ഞാൻ കടത്തി പറഞ്ഞാൽ കൂടി പോകുന്നുള്ളതുകൊണ്ടും അത് ഒരു പരിധി വിട്ടു പോകുന്നുള്ളതുകൊണ്ടും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയാനുണ്ട്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ വിഴിഞ്ഞത്തെ കുറിച്ച്. ആ വിഴിഞ്ഞത്തെ നിങ്ങൾ അങ്ങ് ചേർന്ന് നിന്നു. എന്താ കേസ് ഉണ്ടാകുമെന്നുള്ള പേരിൽ മാത്രം നിങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചില്ലേ? നിങ്ങൾ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വെച്ചില്ലേ? എന്തായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഫലം? എന്തായിരുന്നു? ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നായിരുന്നില്ലേ ആ റിപ്പോർട്ടിന്റെ ഫലം? ആരാ വെച്ചത്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ സർക്കാരല്ലേ വെച്ചത്? നിങ്ങളുടെ മന്ത്രിസഭ 2016 അധികാരത്തിൽ വന്നപ്പോ നിങ്ങളുടെ മന്ത്രിസഭയിൽ 4 മന്ത്രിമാരെ വെച്ചുകൊണ്ട് നിങ്ങൾ മുൻപ് മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, UDF എടുത്തുള്ള മുഴുവൻ തീരുമാനങ്ങളും അന്വേഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ? ആർക്കെങ്കിലും നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവന്നിട്ടുള്ളത് UDF ആണ്. ഈ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരുമ്പോൾ അതിനെതിരായി സമരം ചെയ്തിട്ടുള്ളവർ കേരള വിരുദ്ധരാണെങ്കിൽ അത് കേരള വിരുദ്ധരായി അത്തരത്തിലൊരു കേരള വിരുദ്ധരുണ്ടെങ്കിൽ അത് CPM ആണ്. അങ്ങനെയാണെങ്കിൽ ആ CPMനെ പണ്ടേ ഈ സംസ്ഥാനത്ത് നിരോധിക്കപ്പെടേണ്ട പാർട്ടി തന്നെയാണ്. ഒരു തർക്കവും വേണ്ട.